ഹലോ, സുഖമാണോ എല്ലാവർക്കും? ഇന്നത്തേത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. 2 ഐറ്റംസ് ഉണ്ട് കേട്ടോ. ആദ്യം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഐറ്റം തന്നെ ഓപ്പൺ ചെയ്യാം. ഓർഡർ ചെയ്ത് എന്താണോ അത് തന്നെയാണ് വന്നതെന്ന് പുറമേ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നതുകൊണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്തുള്ള ടെൻഷൻ ഒഴിവായി കിട്ടി. നേരത്തെ 3-4 തവണ ഓർഡർ ചെയ്തതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഐറ്റംസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കുട്ടിയുടുപ്പ് വാങ്ങി ERSRT ഡ്രസ് ബാങ്കിലേക്ക് കൊടുക്കുമ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ കുട്ടിയുടുപ്പ് എല്ലാം നേരിട്ട് കൊണ്ടുപോയി ആ വാവാൾക്ക് ഇട്ട് കൊടുത്താലോ എന്ന്. പക്ഷേ ഇതൊക്കെ മംഗലപുരം ERSRT ഹെഡ് ഓഫീസ് വരെ എത്തിക്കാനുള്ള ഓപ്ഷൻ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. കാരണം ഇതൊക്കെ എപ്പോഴാണ് ഏത് വാവയ്ക്കാണ് ആവശ്യം വരിക നമുക്കറിയില്ലല്ലോ. ആ സമയം ഞാൻ എവിടെയാണ് ഉള്ളതെന്നും അറിയാൻ കഴിയില്ല. അതുകൊണ്ട് മാത്രം അങ്ങനെ ഒരു അവസരം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുമില്ല. അതൊക്കെ പോട്ടെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പൊ 10 കുഞ്ഞുടുപ്പുകളാണ് കേട്ടോ എത്തിയേക്കുന്നത്. പക്ഷെ കുറച്ചുകൂടെ കളർ ഞാൻ പ്രതീക്ഷിച്ചു. സാരമില്ല, ഇനി അടുത്തടുത്ത ഐറ്റംസ് വരാനുണ്ടല്ലോ, അപ്പൊ നോക്കാം. ചിലരുടെ ശരിയാവും, ചിലരുടെ ശരിയാവത്തില്ല. എനിക്കിന്ന് ഓർഡർ ചെയ്ത അതേ ഐറ്റം തന്നെ കിട്ടി, പക്ഷെ കളർ വ്യത്യാസമുണ്ട്. അടുത്തവണ ശരിയാക്കാം. രണ്ടാമത്തെ കവറിലുള്ളതും ഡ്രസ് ബാങ്കിന് ആവശ്യമുള്ളത് തന്നെയാണ് കേട്ടോ. ഇവിടെ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രസ്സ് ഒരുപാടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കാറെല്ലാം കൊണ്ടുപോയി മംഗലപുരത്ത് എത്തിക്കും. പക്ഷേ വളരെ കുറച്ച്, അതായത് ഇതുപോലെ 1-2 കവറൊക്കെ ഉള്ളൂ എങ്കിൽ ഇതിൽ ഞാൻ ആ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് പോസ്റ്റ് ഓഫീസ് വഴി പാഴ്സൽ അയക്കാറാണ് കേട്ടോ പതിവ്. ഏകദേശം ഒരു 6 മാസം മുമ്പ് ഈ ഒരു കവറിൽ അയക്കാനുള്ള ഡ്രസ്സ് മാത്രമേ ചിലപ്പോൾ ഒരാഴ്ച ഡ്രസ്സ് കളക്ട് ചെയ്താലും കിട്ടാറുള്ളായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല കേട്ടോ. കുറേ പേര് ഡ്രസ്സ് വീട്ടിലേക്ക് കൊണ്ട് തരുന്നതുകൊണ്ട് ഇപ്പം ഇതുപോലെ 5-6 കവർ വരെ ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് കിട്ടാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഞാൻ കവറിലാക്കി വെക്കും. ഹെഡ് ഓഫീസിൽ നിന്ന് അറിയിക്കുന്ന ഡേറ്റിന് മുമ്പേ എനിക്ക് പോകാൻ പറ്റുമെങ്കിൽ ഇതെല്ലാം ഞാൻ കൂടെ കൊണ്ടുപോകും. ഹോസ്പിറ്റലിൽ എനിക്ക് തിരക്ക് കൂടുതലുള്ള സമയമാണ്, അവിടെ വരെ പോകാൻ ചിലപ്പോൾ കുറച്ച് ദിവസത്തേക്ക് പറ്റില്ല എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ മാത്രം ഇതെല്ലാം പെറുക്കിയെടുത്ത് നേരെ പോസ്റ്റ് ഓഫീസിലോട്ട് പോകും. അപ്പോൾ ഇതൊക്കെ കിട്ടേണ്ടവർക്ക് കൃത്യസമയത്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ.